തിരുവനന്തപുരം തിരുവല്ലത്തെ വീട്ടമ്മയായ ഷഹ്ന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. 3 ആഴ്ചക്കാലമായി ഒളിവിലായിരുന്ന പ്രതികളെയാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് തിരുവല്ലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭർത്താവ് നൌഫൽ, പിതാവ് നജീബ്, മാതാവ് സുനിത എന്നിവരാണ് അറസ്റ്റിലായത്. കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ച സമയം മുതൽ ഒളിവിലായിരുന്ന പ്രതികളെയാണ് തിരുവല്ലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 1.5 വയസ്സുള്ള മകളെയും കൂട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മാറി 3 മാസമായി സ്വന്തം വീട്ടിലായിരുന്നു ഷഹ്ന താമസിച്ചിരുന്നത്. വീട്ടിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകാനായി ഭർത്താവ് നൌഫൽ എത്തി മടങ്ങിയതിന് പിന്നാലെയാണ് മുറിയിൽ കയറി വാതിലടച്ച ഷഹ്ന ജീവനൊടുക്കിയതെന്നാണ് കുടുംബം പറയുന്നത്. ഒളിവിലായിരുന്ന ഭർത്താവ് നൌഫലും ഭർത്തൃമാതാപിതാക്കളും പിടിയിലാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിരുന്നതായി ഫോർട്ട് ACP ഷാജി വ്യക്തമാക്കി. ഷഹ്ന കേസിൽ ഇന്ന് 3 പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സംഭവം നടന്ന ദിവസം മുതൽ 2 ടീമായി പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ പിടിക്കുന്നതിനായിട്ട് നടക്കുകയായിരുന്നു. പോലീസിന് പിടി തരാതിരിക്കത്തക്ക രീതിയിലുള്ള എല്ലാ പ്രിക്കോഷൻസും ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ മറ്റ് ട്രാൻസാക്ഷൻസ് നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഭർത്തൃവീട്ടിൽ കൊടിയ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് ഷഹ്ന ഇരയായെന്നും കുടുംബം പോലീസിൽ മൊഴി നൽകിയിരുന്നു. പ്രതികളെ പിടികൂടുന്നതിൽ മാധ്യമങ്ങളും സഹായകരമായി എന്ന് ഷഹ്നയുടെ മാതാവ് പറഞ്ഞു. മാധ്യമങ്ങളും ഞങ്ങളോടൊപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ 28 ദിവസമായി അന്നോട്ട് ഇന്ന് വരെ എല്ലാ മാധ്യമങ്ങളും ഞങ്ങളോട് വളരെയധികം സഹകരിച്ചു. എല്ലാവർക്കും നന്ദി. പ്രതികളെ സ്റ്റേഷനിലെത്തിച്ച സമയം ഷഹ്നയുടെ ബന്ധുക്കളും നാട്ടുകാരും വൈകാരികമായി പ്രതികരിച്ചു. സംഭവത്തിൽ ഭർത്താവ് നൌഫലിനും മാതാപിതാക്കൾക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും സ്ത്രീധന പീഡന നിരോധനമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രതികളെക്കുറിച്ച് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നത്. ജനം, തിരുവനന്തപുരം.